പറയുമ്പോ എല്ലാരും ചോദിക്കും, നിനക്കൊരു 60 സെക്കൻഡ് ഒക്കെ സംസാരിക്കാമായിരുന്നു എന്നൊക്കെ ഒരു പുച്ഛത്തോടു കൂടി പറയും. ഞാൻ പറയും, വരൻ വരിക്കച്ചക്ക കൊണ്ടുവരുമ്പോൾ എന്നതൊരു 10 സെക്കൻഡ് സംസാരിക്കാൻ. പിന്നെ ചക്ക ഇട്ടിട്ടൊക്കെ അവരും പോകുന്നത്. പിന്നെ മനസ്സിലായത് വലിയ പരിപാടിയാണ്. പെണ്ണ് കാണാൻ പോകുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീയെയും നോക്കിയിട്ട് തിരികെ ഇറങ്ങുമ്പോഴാണ് വീട്ടിൽ നല്ലൊരു കോഴി നിൽക്കുന്നത് ഞാൻ കാണുന്നത്. എന്താണ് ഞാൻ നിർത്തിയില്ല. ആരായാലും ഒരു പെണ്ണിനെ കാണുമ്പോ വിക്കി പോകുന്നത് ത്തിന്റെ രഹസ്യം എന്തരെന്ന് ഞാൻ പറഞ്ഞു. പച്ചമുളക്, ഉപ്പുമുളക്, ചായ ബാസിതാണോ കുത്തിയത്? പറഞ്ഞത് ഇദ്ദേഹം. പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, ഈ സാധനം അടിക്കണ്ടേ? ഇതെന്തോ സഞ്ചരിച്ച വഴിയിലൂടെ കടന്നു പോകേണ്ടതും ഭയങ്കര ലാഗ. സഞ്ചരിച്ച വഴിയിലൂടെ ഒരുപാട് സമയം ഈ പറഞ്ഞതല്ല ഈ മനുഷ്യനെ കുറിച്ച്. അതുകൊണ്ടാ ഞാൻ എന്നെ കുറിച്ച് പറയുന്നുണ്ടാ തടസ്സം വിളിക്കാതിരുന്നത്. ആകെ 13 സെക്കൻഡ് സംസാരിച്ചുള്ളൂ. ഒരുപാടൊന്നും ഞാൻ പറയട്ടെ. ോട് എനിക്ക് പറയുവാനുള്ളത്, വെളുക്കാൻ തേച്ചത് പാമ്പാ. തീർച്ചയായും ഒരു കോഴിയെ ഓർക്കുന്നതിൽ അതാരെയാന്ന് വ്യക്തമാണ്. ഈ കൂട്ടുകാരിൽ ഏത് കൂട്ടുകാരനാണ്? അല്ല, എന്നെ കണ്ട അങ്ങനെ പറയത്തില്ല. അതുകൊണ്ട് ഇവനെ അല്ല. ഞാൻ പറഞ്ഞു നീ അടി ഉണ്ടാക്കല്ലേ പറ. ഞാനാ വിളിച്ചത് കേരള ചരിത്രത്തിന്റെ. അന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ആദ്യം ഒരു ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. ഞാൻ അതിനാ കത്തിച്ചത്. മണ്ടലി കരണ്ട തൊണ്ടെറിഞ്ഞ് ബോണ്ട തിന്ന് തൊണ്ട വരണ്ട. ബോണ്ടയൊക്കെ തിന്ന് എനിക്ക് കുറെ സമയം പോകുന്നുണ്ട്. ആ മുത്തച്ഛൻ ആവർത്തിച്ചിട്ടില്ല. മുത്തച്ഛൻ ആകെ ഒരു മുത്തച്ഛനേ ഉള്ളൂ. ആ മുത്തച്ഛനെ കുറിച്ച് ആദ്യം പറയാനുള്ളത് എന്ന് പറയുന്നത് തെറ്റാണുണ്ണി. എന്റെ അടുത്ത് നിൽക്കുന്ന ആ സുന്ദരി കുട്ടിയെ കണ്ടോ? രാവിലെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിന്നെ അല്ല അവിടെ. എന്നോട് നടുവിൽ 2 തവണ പറഞ്ഞായിരുന്നു. നടുവിൽ 2 തവണ പറഞ്ഞു. എവിടെ പറഞ്ഞു? എവിടെ പറഞ്ഞടാ? ചുമ്മാ പറഞ്ഞല്ലോ. നേരത്തെ ആദ്യം പറഞ്ഞു. നീ കള്ളം പറയല്ലേ എന്നെ എന്റെ മുഖത്ത് നോക്കിയിട്ട്. ഇത് കൊട്ടേഷനാണ് സാർ. ഇത് കൊട്ടേഷനാണ്. പിന്നെ ഒരു നിമിഷത്തിൽ കൊട്ടേഷൻ. എന്റെ ഈ 46 കിലോമീറ്റർ തന്നു എനിക്ക് കൊട്ടേഷൻ തന്നു വിട്ടെന്ന് പറയുന്നത്. എന്തോന്ന് ഇത്? ഡൊണാൾഡ് ട്രംപുമായി ഒരു ഉളുപ്പില്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ബാസിത്തെ നീ നട്ടല്. ഇത് ഞാൻ നട്ടലുള്ള പെൺകുട്ടികളോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച ലിനറ്റിനോട് തിരികെ ഞാൻ പറയുകയാണ്, ഐ ലവ് യു. അഭ്യർത്ഥിക്കുന്നു. കോഴി കക്കാൻ ഒരു ദിവസം ബാസിത് ആൽവി എന്നെ എന്താ ബാസിത്? 2 തവണ ബാസിത് ആൽവി എന്ന് പറഞ്ഞിട്ട് എന്നെ പുകഴ്ത്താനുള്ള താങ്കളുടെ ലക്ഷ്യമാണ് എങ്കിൽ സമ്മതിക്കത്തില്ല മോനെ. എന്നെ ഒരു നടനാക്കി മാറ്റിയിട്ടുള്ള താരമായ ഞാൻ ടോണ് മാറ്റിയാ കുഴപ്പം. ടോണ് മാറ്റിയാൽ ഇത് മോഹൻലാല സംസാരിക്കുന്നത്. നിനക്ക് എന്തിനാ ഇത്? മോഹൻലാൽ തൊണ്ടവേദന വന്ന മോഹൻലാല്. തൊണ്ടവേദന വന്ന മോഹൻലാല്. ക്ഷീണിച്ചൊന്നുമല്ല സാർ. അതിന്റെ ഇടയ്ക്ക് ഒരു തെറ്റ് പറയും. നമുക്ക് ആര് കണ്ടുപിടിച്ചില്ല, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഈ വിഷയത്തെ പറ്റിയിട്ട് ആധികാരികമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്
തെറ്റ് പറഞ്ഞില്ല. എന്ത് തെറ്റെന്താണെന്ന് പറഞ്ഞില്ല. തെറ്റ് മറ്റേ അത് പറഞ്ഞു രണ്ടോട്ടെ ലോകം. ലോകം പറഞ്ഞോ? ആ ലോകം ചുമ്മാ ചോദിച്ചാ പറഞ്ഞായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഇത് കണ്ണട അല്ലെങ്കിൽ ഒരു ഒഴിവ് കിട്ടുന്നില്ല. ഇനി പറ. ആ ശരി. എങ്കിൽ ഈ സാധനം അത് ജോൺസൺ എന്ത് സാറേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇല്ല കുറെ നേരമായി സാർ സഹിക്കാൻ തുടങ്ങി. ഇല്ല അങ്ങനല്ല, ഒത്തിരി നേരമായി ഞാനിങ്ങനെ തുടങ്ങിയിട്ട്. അല്ല വെള്ളം കുടിക്കുന്നില്ല, എത്ര നേരമായി പറഞ്ഞ എന്തിനാന്നറിയോ? മറ്റേ പ്രൊമോ കൊടുക്കുമ്പോ ഞാൻ ഇങ്ങനെ ചൂടാവുന്നു കാണിച്ചേക്കണേ. ഞാൻ വളരെ മസ്തിഷ്ക പ്രക്ഷാളനങ്ങൾ ആദ്യം പറയണമായിരുന്നു. എന്താ കുഴപ്പം മസ്തിഷ്ക പ്രക്ഷാളനത്തിന്? ഒന്ന് പറഞ്ഞു മോളെ, ഒന്ന് പറഞ്ഞു കൊടുത്തു മോളെ. മസ്തിഷ്ക പ്രക്ഷാളനം. ഇനി അവിടെ തൂക്കുവാലം എന്ന് പറഞ്ഞു. മസ്തിഷ്ക പ്രക്ഷാളനം എന്തിനാ പറഞ്ഞത്? ഞാനല്ലോ അടിച്ചത്. ചുമ്മാ എന്നെ കൊടുക്കാതെ അതിനകത്ത്. ഓക്കെ. സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത മീശ മുളപ്പിക്കാനായി കൺമഷി കൊണ്ട് വരച്ചു വന്ന ചെറുക്ക എന്തിനാണ് നീ സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ്. എന്നെ അങ്ങനെ അപകീർത്തിപ്പെടുത്തുവാനുള്ള എന്തെങ്കിലും ശ്രമം നിനക്കുണ്ടെങ്കിൽ ഒരു പൊടിക്കൊന്ന് കുറഞ്ഞതാ. പാർട്ടിലേട്ടാ 2016 സുന്ദരിയായിട്ടുള്ള ഐശ്വര്യ റായ് എന്ന വിചാരം നിർത്തിക്കോ നിന്റെ പരിപാടികൾ. ഞാൻ വിചാരിച്ചു മിക്കവാറും ഒരു അടി നടക്കുന്നു. അല്ല ഞാൻ മിക്കവാറും അടിച്ചല്ലേ. ഞാൻ ഷൊട്ടശാനൊക്കെ പഠിച്ചിട്ടുള്ള കളരിപ്പായിട്ടാ. സത്യമായിട്ട് എന്താ പഠിച്ചിട്ടുള്ളത്? ഷൊട്ടശാൻ. കൊണ്ട് എവിടെ കൊള്ളാൻ? എവിടെ കൊള്ളാൻ? രണ്ട് കൊണ്ട് വേണ്ട, ഒരു കൊണ്ട്. തുടരാം. എല്ലാരും എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ല എന്ന് പറയുന്ന ജനമാവുള്ളൂ. ഇനിയിപ്പോ എനിക്ക് പ്രസാദാത്മകത കിട്ടുന്നില്ല. ഇനി തുടരുന്നില്ലെങ്കിൽ ഞാൻ കാർഡ് കാണിക്കും. അല്ലല്ല ഒരു കാര്യം, ഒരു മറുപടി പറഞ്ഞോട്ടെ സാർ പ്ലീസ്. പറഞ്ഞോളൂ. ഞാൻ അബ്ദുൾ റബ്ബിന്റെ കാലത്താ പരീക്ഷ ചെയ്തത്. ഞാൻ എഴുതാത്ത വിഷയങ്ങൾക്കെല്ലാം ജയിച്ചിട്ടുണ്ട്. എണീറ്റില്ലേ സാർ? തുടങ്ങട്ടെ സാർ. കല്യാണവും അമ്മയുടെ അച്ചാറും പറയാണ്ട് ലാഭുണ്ട്. അച്ഛൻ കല്യാണം അമ്മയുടെ അച്ഛൻ ചുമ്മാ കുറെ നേരമായി ത്തിന്റെ അടിയിൽ കൂടെ വെള്ളമല്ലാതെ പിന്നെ പനിനീരൊഴുകുമോ ചോദിക്കുകയാണ്. ജയിൽ ഞാൻ ഒറ്റക്ക് വിളിച്ച് അമ്മാരി പൂവും വിളിച്ചാ. സാറേ ഇതിനൊക്കെ കയ്യടി വെക്കില്ലേ, പിന്നെ എന്തിനാ കയ്യടി വെക്കുന്നത്?